നോളജ് ഫാക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ PSC വാർത്തകൾക്കും ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കുമായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് CPO 2.52 ലക്ഷം അപേക്ഷകർ എന്നാണ് കേട്ടോ. അപ്പോൾ ഏകദേശം 2.5 ലക്ഷത്തിൽ കൂടുതൽ അപേക്ഷകരാണ് സിവിൽ പോലീസ് ഓഫീസറിന് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല പ്രൊഫൈൽ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞ് പേടിപ്പിച്ചതുകൊണ്ട് എന്തായാലും ഇത്രയും ആൾക്കാർ പരീക്ഷ എഴുതുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ കൂടുതലാണ്, അപ്പോൾ അതിനനുസരിച്ച് പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സിവിൽ പോലീസ് ഓഫീസർ 2.5 ലക്ഷം അപേക്ഷകർ. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ നൽകിയത് 2.5 ലക്ഷം ആൾക്കാരാണ്. ജനുവരി 18-നായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. 7 ബറ്റാലിയനിലായിട്ട് 2,52,552 പേരാണ് അപേക്ഷ നൽകിയത്. ഏറ്റവും കൂടുതൽ അപേക്ഷകർ നൽകിയിട്ടുള്ളത് മലപ്പുറത്താണ് കേട്ടോ. അപ്പോൾ MSPയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷ പോയിട്ടുള്ളത്. അപ്പോൾ അതിന് താഴെ ഏറ്റവും കുറവ് അപേക്ഷ പോയിട്ടുള്ളത് പത്തനംതിട്ടയിലാണ്. KAP 3-ലാണ് ഏറ്റവും കുറവ് അപേക്ഷകൾ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ 27,000 പേര് മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ മലപ്പുറത്താണെങ്കിൽ 47,000 ആൾക്കാരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് മുൻപ് 2019 നടന്ന PSC തെരഞ്ഞെടുപ്പിൽ 3,17,000 പേരാണ് CPO തസ്തികയിലേക്ക് അപേക്ഷ നൽകിയിരുന്നത്. ഇത്തവണ 64,456 പേര് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇടുക്കി അല്ലെങ്കിൽ KAP 5 ജില്ലയിൽ അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനവുണ്ടായതായിട്ട് കാണുന്നു. അപ്പോൾ കട്ട് ഓഫ് കുറവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടുക്കി ജില്ലയിലേക്ക് അപേക്ഷ അയച്ചവരുടെ എണ്ണം ഒരുപാട് കൂടുതലാണെന്നാണ് ഇതിനകത്ത് പറയുന്നത് ഇവർ. അപ്പോൾ ഇവരിൽ 25,824 പേരാണ് കഴിഞ്ഞ തവണ അപേക്ഷിച്ചിരുന്നതെങ്കിൽ ഇവിടെ ഇത്തവണ 22,750 പേര് വർദ്ധിച്ച് 28,557 പേരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ വാർത്തയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഈ തസ്തികയുടെ പരീക്ഷ എഴുതണമെന്ന് കൺഫർമേഷൻ നൽകിയത് 2,14,000 പേരും എന്നാൽ ഈ പരീക്ഷ എഴുതിയത് 2 ലക്ഷത്തിൽ താഴെ ഉദ്യോഗാർത്ഥികളുമായിരുന്നു. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 3 ലക്ഷം പേര് അപേക്ഷിച്ചു, 2.5 ലക്ഷം പേര് കൺഫർമേഷൻ കൊടുത്തു, 2 ലക്ഷം പേര് പരീക്ഷ എഴുതുന്ന ഒരു സിറ്റുവേഷനാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്. ഇപ്രാവശ്യം എന്തായാലും അതിലും കൂടുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ലിസ്റ്റുകൾ തുടരെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിൽ പരീക്ഷ ജൂണിലോ ജൂലൈയിലോ നടത്താനായി PSC തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തവണ മെയിൻസ് പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇത്തവണ പരീക്ഷ ജയിക്കുന്നവർക്ക് ശാരീരിക ക്ഷമത പരീക്ഷ എന്നിവ നടത്തും. ഈ പരീക്ഷകളിൽ ജയിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ മുൻ വിജ്ഞാപനത്തിന് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നാണ് CPO ഒരു വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോഴത്തേക്കും ഉടൻ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന വിധത്തിലാണ് തിരഞ്ഞെടുപ്പ് നടപടികൾ PSC ആസൂത്രണം ചെയ്തത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ PSCയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു വർഷത്തിനകത്ത് തന്നെ നമ്മുടെ പുതിയ PSC അല്ലെങ്കിൽ പുതിയ CPOയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന രീതിയിലാണ് PSC ഇപ്രാവശ്യം സിവിൽ പോലീസ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് പ്രിലിംസ് പരീക്ഷ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഡയറക്റ്റ് മെയിൻസ്, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ, അതിനുശേഷം മെഡിക്കലും കൂടി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യും റാങ്ക് ലിസ്റ്റ് വരുന്നൊരു സിറ്റുവേഷനിലാണ് നിലവിലിപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും മാക്സിമം നല്ലപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ പഠിക്കാനായിട്ട് ശ്രമിക്കുക. IRBയുടെ പ്രിലിംസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മെയിൻസ് പരീക്ഷയും മെയ് 3-ാം തീയതി നടക്കുമെന്നാണ് കേരള PSC അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോകാം. അപ്പോൾ PSC ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച പ്രധാന പ്രസിദ്ധീകരണം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട PSC യോഗ തീരുമാനങ്ങളിൽ ഒന്നാണ് നമ്മുടെ കമ്പനി ബോർഡ് അല്ലെങ്കിൽ കമ്പനി അസിസ്റ്റന്റ് ഉൾപ്പെടെ 4 തസ്തികയിലേക്ക് അർഹതാ ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. കമ്പനി കോർപ്പറേഷൻ, അതുപോലെ തന്നെ കമ്പനി ബോർഡ്, ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, ഫാമിംഗ് ഡെവലപ്മെന്റ് മുതലായ അസിസ്റ്റന്റ്, വാട്ടർ അതോറിറ്റി എന്നീ തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് കേരള PSC തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട PSC അറിയിപ്പെന്ന് പറയുന്നത്
നമ്മുടെ പ്രൊഫൈൽ ബ്ലോക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൺഫർമേഷൻ നൽകി മുങ്ങിയാൽ ഇനി പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ന്യായമായ കാര്യങ്ങളാൽ പരീക്ഷ എഴുതാത്തവർക്ക് ഇളവിന് ആലോചന കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ കാര്യം, ഒരാൾക്ക് പരീക്ഷ എഴുതാനായിട്ട് ഇതിനകത്ത് ഒരാൾക്ക് ഏകദേശം 180 രൂപയോളം ചിലവ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഡിഗ്രി മെയിൻസ് പരീക്ഷ പ്രിലിംസ് പരീക്ഷയിൽ നമ്മുടെ കേരള PSCക്ക് 1 കോടി രൂപയോളം നഷ്ടം ഉണ്ടായെന്നും, അതുപോലെ തന്നെ കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയ്ക്ക് നമ്മുടെ ലാബ് അറ്റൻഡറിൻ്റെ പരീക്ഷയ്ക്ക് 59,000 ഏകദേശം 60,000 പേര് പരീക്ഷ എഴുതാത്ത ഒരു സിറ്റുവേഷനാണ് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് കേരള PSC ഇത്രയും വേഗം തന്നെ എന്ത് ചെയ്യുന്നത്, പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ റീസൺസ് ജെന്യുവിൻ ആണ്. ഇപ്പോൾ എന്തെങ്കിലും മരണം, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം, എന്തെങ്കിലും ഫാമിലിയിൽ ആരെങ്കിലും അത്യാവശ്യപ്പെട്ട കല്യാണം, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കേസ്, ഗർഭിണികൾ, അങ്ങനെ ഏതെങ്കിലും ഒരു കേസുകൾ ഉണ്ടെങ്കിൽ കേരള PSC തീർച്ചയായിട്ടും അത് പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയും. പക്ഷേ ജെന്യുവിൻ റീസൺ അല്ല എന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഇനി സംശയം ഉണ്ടാവേണ്ട കാര്യമായിട്ടില്ല. അതുപോലെ തന്നെ ഒരു പരീക്ഷ എഴുതിയാലാണോ അല്ലെങ്കിൽ എഴുതിയില്ലെങ്കിലാണോ ബ്ലോക്ക് ചെയ്യുക എന്നൊരു സംശയം വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ എഴുതാതെ മുങ്ങി നടക്കുന്ന ചില വിധന്മാരുണ്ട്. എൻ്റെ പരിചയത്തിൽ തന്നെ എൻ്റെ കൂട്ടുകാരന്മാരിൽ 1-2 പേരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ പ്രൊഫൈലാണ് എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, ആദ്യമായി ബ്ലോക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലൈഫാണ്, ജീവിതമാണ്, ജീവിതം വെച്ച് കളിക്കരുത്. അപ്പോൾ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 59,132 പേര് പരീക്ഷ എഴുതിയില്ലാന്ന് പറയുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ജനുവരി 21 നടത്തിയ പരീക്ഷയിൽ കൺഫർമേഷൻ നൽകിയ ശേഷം പരീക്ഷ എഴുതാതിരുന്നത് 59,000 പേരാണ്. നേരിട്ടുള്ള നിയമനത്തിൻ്റെ 2,40,000 പേരും NCA നിയമനത്തിൽ 4,600 പേരുമാണ് അപേക്ഷ നൽകിയത്. ഇതിൽ 1,59,000 പേര് നേരിട്ടുള്ള നിയമനത്തിനും 4,600 പേര് NCA നിയമനത്തിനും കൺഫർമേഷൻ നൽകി. പൊതുപരീക്ഷ കണക്കാക്കുമ്പോഴത്തേക്കും 1,60,000 പേരാണ് പരീക്ഷ എഴുതാനുണ്ടായിരുന്നത്. ഇതിൽ 1,01,049 പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 1,60,000 പേര് എഴുതേണ്ട ഒരു പരീക്ഷയിൽ 1,00,000 പേര് മാത്രമാണ് പരീക്ഷ എഴുതിയത്. ഏകദേശം 59,000 പേര് 60,000 പേര് അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷ എഴുതിയിട്ടില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ആളൊന്നിന് 150 രൂപ വെച്ചിട്ട് PSCക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകുന്നതെന്നൊക്കെയാണ് കേരള PSC പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബിവ്കോ LDയിലെ റാങ്ക് ലിസ്റ്റ് വന്നായിരുന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ അർഹതാ ലിസ്റ്റിൽ 36,955 പേരാണ് ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ബിവ്കോ LDയുടെ ശുപാർശ എന്ന് പറയുന്നത് 1,550 പേർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ശുപാർശ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ പോലീസ് ലിസ്റ്റിൽ 58,064 പേരെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ പോലീസ് കോൺസ്റ്റബിൾ റെഗുലർ വിഭാഗത്തിൻ്റെ അർഹതാ ലിസ്റ്റിൽ 58,000 പേര് വന്നിട്ടുണ്ട്. കട്ട് ഓഫ് 32.86 ആയിരുന്നു. 10th ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കൊപ്പമാണ് ഈ തസ്തികയിലേക്കും പരീക്ഷ നടത്തിയത്. ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മെയ് 3 മെയിൻസ് പരീക്ഷ നടത്തും. ഏപ്രിൽ 19 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അഡീഷണൽ ട്രൈബ്യൂണൽ അസിസ്റ്റൻ്റ് പരീക്ഷയിലേക്ക് 2 ചോദ്യങ്ങൾ ഒഴിവാക്കിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ITI ഉത്തരവിലെ നിലവിലെ വിജ്ഞാപനങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ BTech കഴിഞ്ഞവർക്ക് ITI ക്വാളിഫിക്കേഷനുള്ള ജോലികളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് സംശയം ചോദിച്ചൊരു കാര്യമാണ്. അപ്പം കഴിഞ്ഞ അല്ലെങ്കിൽ ഇനി വരാനുള്ള റാങ്ക് ലിസ്റ്റിൽ ഈ ഒരു കാര്യം ബാധകമാണോ എന്ന്. ഈ ഒരു കാര്യം ബാധകമല്ല. ഇനി തൊട്ട് വരാൻ പോകുന്ന ലിസ്റ്റുകൾക്കാണ് എന്തായാലും ഇനി വരാൻ പോകുന്ന ജോലികൾക്ക് അല്ലെങ്കിൽ ഇനി നോട്ടിഫിക്കേഷൻസിനാണ് ഈ ഒരു കാര്യം ബാധകമായിട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ ITI തസ്തികയുള്ള ജോലികൾക്ക് ഇക്വലൻസി ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് BTechകാർക്ക് പരീക്ഷ എഴുതാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനായിട്ടുള്ളത്, നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിന് കായികക്ഷമതാ പരീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കായികക്ഷമതാ പരീക്ഷ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് കായികക്ഷമതാ പരീക്ഷ നടത്തുന്നുണ്ട്. 8 ഇനങ്ങളിലാണ് പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതെങ്കിലും 5 എണ്ണത്തിൽ യോഗ്യത നേടണമെന്ന് പറയുന്നുണ്ട്. ഇനങ്ങളെന്ന് പറയുന്നത് 100 മീറ്റർ ഓട്ടം, അതുപോലെ തന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ ത്രോ, റോപ്പ് ക്ലൈംബിംഗ്, ചിന്നിങ്, പുള്ളപ്പ്, അതുപോലെ തന്നെ 1500 മീറ്റർ ഓട്ടം എന്നിങ്ങനെ 8 ഐറ്റംസ് ഉണ്ട്. ഇതിലെന്ത് ചെയ്യണം, 5 എണ്ണം പാസ്സാവണം. അതിൽ നമ്മുടെ ഫിസിക്കൽ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഉയരം 165 സെൻറ്റിമീറ്റർ വേണം. പട്ടികജാതിക്കാർക്ക് 160 മതി. അതുപോലെ തന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ, നെഞ്ചളവ് 81.3 സെൻറ്റിമീറ്റർ നെഞ്ചളവ്, വികാസം 5 സെൻറ്റിമീറ്റർ വേണം. നെഞ്ചളവിൽ എന്തില്ല, പട്ടികജാതിക്കാർക്ക് ഇതില്ല കേട്ടോ, എന്തെങ്കിലും ഇളവ് ഇല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത്
നമ്മുടെ കുറച്ചധികം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. പരീക്ഷാ നടത്തിപ്പ് മാത്രം പോരാ, നിയമനവും വേഗത്തിലാക്കണം. അതിനകത്ത് പറയുന്നത് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനും പരീക്ഷ നടത്തിപ്പ് കാര്യത്തിലും മാത്രമാണ് കാര്യക്ഷമത. ഈ ഒരു കാര്യം പോരാ, ലിസ്റ്റ് പ്രസിദ്ധീകരണവും ഊർജിതമാക്കാനായി PSC ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ 10th, +2 ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ അർഹതാ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും മുമ്പേ ഇവയുടെ മെയിൻസ് പരീക്ഷാ തീയതികൾ PSC പ്രഖ്യാപിച്ചു. CPO, SI തുടങ്ങിയവയുടെ മുൻ വിജ്ഞാപന പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും മുമ്പേ പുതിയ വിജ്ഞാപനവും വന്നു. എന്നാൽ ഇതിനൊക്കെ വളരെ മുൻപേ പരീക്ഷ നടത്തിയ പല തസ്തികകളിലെയും റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ട് പോലുമില്ല. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ വിജ്ഞാപനം വന്നിട്ട് ഏകദേശം 3 വർഷത്തിലായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും വിഷയങ്ങളിൽ എഴുത്തു പരീക്ഷ, ഇന്റർവ്യൂ എന്നിവ പൂർത്തിയായിച്ചെങ്കിലും റാങ്ക് ലിസ്റ്റുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ട് പോലുമില്ല. ചില വിഷയങ്ങളിൽ ഷോർട്ട് ലിസ്റ്റ് പോലും വന്നിട്ടില്ല. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികയിലും ഈ മെല്ലെപ്പോക്ക് പ്രകടമാണ്. അതുപോലെ തന്നെ പല തസ്തികയുടെയും മുൻ റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ട് വർഷങ്ങളായിട്ടുണ്ട്. താൽക്കാലിക നിയമനങ്ങളാണ് പലയിടത്തും നടക്കുന്നത്. വിജ്ഞാപനം പുറപ്പെടുവിച്ച് പരീക്ഷ നടത്തിയാൽ മാത്രം തിരഞ്ഞെടുപ്പ് നടപടികൾ ഊർജിതമാക്കിയാൽ പോരാ, റാങ്ക് ലിസ്റ്റ് സമയത്ത് കൂടി പ്രസിദ്ധീകരിക്കുന്നതിൽ എന്ത് ചെയ്യണം? കേരള PSC ഈ ഒരു ഊർജ്ജം കാണിക്കണമെന്നാണ് ഇതിനകത്ത് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അപ്പോൾ CPO, IRB ഒക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ വരുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് എന്തായാലും ഇന്നോ നാളെയോ മറ്റന്നാളോ ഈ ഒരു 3 ദിവസത്തിനകത്ത് വരുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്ഡേഷൻ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊഴിൽ വീതി ചാലഞ്ച് നമ്മുടെ ചാനലിനകത്ത് നടക്കുന്നുണ്ട്. ഡെയിലി ഓരോ ടോപ്പിക് വെച്ച് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെയുള്ള ലിങ്ക് ഉപയോഗിച്ച് ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും നോട്ടിഫിക്കേഷനും ഒക്കെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.